ഹലോ, ഇന്ന് ഞങ്ങൾ പ്രസ്റ്റൺ മാർക്കറ്റിലൊന്ന് കറങ്ങാൻ ഇറങ്ങി. ആദ്യം ഫ്രൂട്ട് സെക്ഷനിലേക്കാണ് പോയത്. ഇവിടെ നാട്ടിൽ കിട്ടുന്ന ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്, അല്ലാത്ത ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട്. പിന്നെ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസിൻ്റെ ഒരു വലിയൊരു ശേഖരം തന്നെയുണ്ട്. നമുക്ക് ഇവിടെ പോയാൽ എന്തും കിട്ടും, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നോക്ക് മക്കളെ, നോക്ക്, നമ്മുടെ കപ്പ മാത്രമല്ല, കാച്ചിൽ, ചേമ്പ്, ചേന ഒക്കെ ഉണ്ടായിരുന്നു. ഒന്നിനും ഒരു ക്ഷാമവും ഇല്ല. വാങ്ങി ചെയ്തെല്ലാം ഞാൻ തന്നെ കഴിച്ച് തീർക്കണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വാങ്ങിയില്ല. പക്ഷേ ഇത് കഴിക്കാൻ വേണ്ടി ഞാൻ നാട്ടിൽ നിന്ന് ഒരാളെ കൊണ്ട് വരുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ചുകൂടി നടന്നപ്പോഴത്തേക്കും കുറേ വെജിറ്റബിൾസ് കണ്ടു. ബ്രിഞ്ചോൾ, പീച്ചിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് ഞാൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് ക്യാപ്സിക്കം, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഉള്ളിപ്പൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അരിയാനുള്ള മടി കൊണ്ട് ഞാൻ എടുത്തില്ല. നോക്ക്, ചക്കപ്പഴം, എനിക്ക് കണ്ടിട്ട് തന്നെ കൊതിയായി, പക്ഷെ എടുത്തില്ല. പിന്നെ ഇതിനെന്താ പറയുക, കമ്പിളി നാരങ്ങാന്ന് ഞങ്ങൾ പറയും. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഭയങ്കര മധുരമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ചുകൂടി ഉള്ളിൽ പോയി നോക്കിയപ്പോഴത്തേക്കും കറിവേപ്പില, വാഴയില, മുരിങ്ങയില, പച്ചമുളക്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. അങ്ങനെ ഞാൻ പച്ചമുളക് എടുത്തിട്ട് ഞാൻ നേരെ പോയത് മീറ്റ് സെക്ഷനിലേക്കാണ്. എൻ്റെ മോനെ, ഇത് ലാമ്പ് സെക്ഷനാണെന്ന് തോന്നുന്നതേ കണ്ടോ. മേരി ഹാഡ് എ ലിറ്റിൽ ലാമ്പ് ഒക്കെ മേളിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് ലാമ്പിൻ്റെ സെക്ഷനാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയത് ബീഫിൻ്റെ സെക്ഷനിലേക്കാണ്. ബീഫിൻ്റെ തല മുതൽ കാല് വരെയുള്ള എല്ലാ ഐറ്റവും ഉണ്ട്. പലതരം കട്ട്സ് ഉണ്ട്, അതായത് സ്റ്റേക്ക് കട്ട്, കറി കട്ട്, പിന്നെ പോത്തങ്കാല് വരെ ഉണ്ട്. പല പല ഭാവത്തിൽ, പല പല രൂപത്തിൽ, പല പല വിലകളിൽ നിറയെ ഐറ്റംസ് ഉണ്ട്. ഈ സെക്ഷൻ മൊത്തം മീറ്റിൻ്റെ ഐറ്റംസ് ആണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയത് എൻ്റെ ഫേവററ്റ് സെക്ഷനിലേക്കാണ്, ഫിഷിൻ്റെ സെക്ഷൻ. എൻ്റെ മോനെ, ഇവിടെയാണെങ്കിലോ അയല, മത്തി, ചൂര, കാരി, കണവ, കിളിമീൻ, കൂരി, കരിമീൻ, വറ്റ, വാള, ബ്രാലി, ചുരക്ക്, ഐക്കൂറ, നെത്തോലി, അങ്ങനെ എല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ മനസ്സ് നിറഞ്ഞു. പലതരം പ്രോൺസ്, പലതരം ക്രാബ്, സ്ക്വിഡ്, എല്ലാത്തിൻ്റെയും പലതരം വെറൈറ്റീസ് ഉണ്ട്. എന്തിനും നമ്മുടെ ചൂരത്തല വരെ ഇരിപ്പുണ്ട്. എൻ്റെ ഫേവററ്റ് കല്ലുമ്മക്കായ ഉണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ചുകൂടി ഒരു ഫാൻസിയർ സെക്ഷനാണ്. ഓയിസ്റ്ററും കുറച്ച് സ്കാലപ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ഫേവററ്റ് കേര മീൻ ഇരിപ്പുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് കേര വാങ്ങി. പിന്നെ നോക്ക് മക്കളെ, നോക്ക്, നമ്മുടെ മത്തിക്കുട്ടൻ. അപ്പം മത്തിയും കുറച്ച് വാങ്ങിച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു സെക്ഷനിൽ കുറച്ച് വിയേർഡായിട്ടൊരു സാധനം ഇരിക്കുന്നു, കോഴിക്കാല്. ഇതൊക്കെ ആരെങ്കിലും വാങ്ങിക്കുമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഒരു ചേച്ചി കിലോ കണക്കിന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. ചേച്ചിക്ക് കഴിക്കാനാണോ ഇനി വല്ല പട്ടിക്ക് കൊടുക്കാനാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പിന്നെ സ്ട്രീറ്റ് ഫുഡാണ്. പല വെറൈറ്റീസ് ഉണ്ട്. ലെബനീസ് ഉണ്ട്, ടർക്കിഷ് ഉണ്ട്, ചൈനീസ് ഉണ്ട്, കൊറിയൻ ഉണ്ട്, വിയറ്റ്നാമീസ് ഉണ്ട്, ഇന്ത്യൻ ഉണ്ട്, ശ്രീലങ്കൻ ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പേസ്ട്രിയുടെ ഒരു സെക്ഷൻ തന്നെയുണ്ട്, പേസ്ട്രീസ്, കൊസോൺസ്, അങ്ങനെയൊക്കെ. പിന്നെ അങ്ങോട്ട് കുറച്ചുകൂടി പോകുമ്പോഴത്തേക്കും ഇതെന്ന് പറഞ്ഞാൽ ഒരു ചീസിൻ്റെ ലോകം തന്നെയാണ് ഗൈസ്. ചീസും സോസേജസും മാത്രമാണ് ഈ സെക്ഷനിലുള്ളത്, പല വെറൈറ്റീസ്. പിന്നെ ഇവിടെയുള്ള ആൾക്കാർക്ക് ഓലിവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രാന്താണ്. അപ്പോൾ ഓലിവ്സിൻ്റെയും ഒരു വലിയൊരു കളക്ഷൻ തന്നെയുണ്ട്. ഇവിടെ കിടന്ന് ചുറ്റിച്ചെറിഞ്ഞപ്പോൾ നല്ല വിശപ്പിൻ്റെ വിളി വന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നേരെ നോർത്ത് ലൈൻ മോളിൽ പോയിട്ട് ലോഡഡ് ടർക്കിഷ് കബാബ് വാങ്ങി കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോയി വാങ്ങിച്ച സാധനങ്ങളൊക്കെ കൊണ്ട് ഫ്രീസറിൽ കയറ്റണ്ടേ. അപ്പോൾ അത്രേ ഉള്ളൂ. ശുഭം.